Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പലഹാരമാണ് പഞ്ചാര അപ്പം അല്ലെങ്കിൽ കണ്ണൂർ അപ്പം എന്നൊക്കെ പറയും. ഇത് കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ അപ്പമാണിത്. ഇതിപ്പോൾ അവരുടെ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. ഒരു കാണുമ്പോൾ ഉണ്ണിയപ്പം പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്നല്ല, ഇതൊരു വേറൊരു ടേസ്റ്റാണ് ഇതിന്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 1/2 കപ്പ് പച്ചരിയ, 125 ml കപ്പ്. അപ്പോൾ അത് ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരുന്നതാണ്. നല്ലപോലെ കഴുകിയിട്ടാണ് ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഇതിപ്പോൾ ഓവർനൈറ്റ് അല്ല കുതിർത്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 മണിക്കൂറെങ്കിലും ഇത് അരി കുതിർത്ത് വെക്കണം. ഈ പച്ചരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ ഈ പച്ചരിയിലെ വെള്ളം ഒന്ന് മാറ്റണേ. അപ്പോൾ ഈ വെള്ളം തന്നെ വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരി കഴുകിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ വെള്ളം തന്നെ നമുക്ക് എടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് 1 2 3. അപ്പോൾ ഞാനിത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് അരച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് അരച്ച് കഴിയുമ്പോഴത്തേക്ക് മധുരം മുന്നേ നിൽക്കണം. മുന്നേ നിന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് മധുരം വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മധുരത്തിൻ്റെ ഒരു കണക്ക് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റാത്തത്. അപ്പോൾ പിന്നെ അതുമല്ല, ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് മധുരമായിരിക്കും. ചിലർക്ക് നല്ല തേൻ പോലത്തെ മധുരമൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഇപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ച് നോക്കാം. അരച്ച് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ മധുരം ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരി കഴുകി ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. എന്നാലും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ കുറച്ച് തരിയോട് കൂടി വേണം അരയ്ക്കാനായിട്ട്. ഇപ്പം ആദ്യം അങ്ങോട്ട് ഭയങ്കര കുറച്ച് വലിയ തരിയോടെ അരയ്ക്കുക. എന്താ വെച്ചാൽ ഇനി നമുക്ക് മൈദ ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇത് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈദയും കൂടെ കലക്കി ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു തരി വേണം ചെറുതായിട്ട്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുമ്പോൾ ഒരു പച്ചരിക്ക് ഒരു ചെറിയൊരു തരി ഉണ്ടാവത്തില്ലേ, അതുപോലെ. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്കാ അരച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മൈദ ചേർക്കുമ്പോഴത്തേക്ക് ഇത് നല്ല കട്ടയാവും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ തവിയിലത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് തരിയായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് മൈദ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുറച്ചും കൂടെ ആ തരി ഒന്നും കൂടി ചെറുതാവും. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദയാണ്. അപ്പോൾ ഈ സ്പൂണിൽ ഞാൻ മൈദ എടുത്തേക്കുന്നത് ഇത് കണക്ക് ഇങ്ങനെ കുമിച്ചാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുമിച്ച എടുത്തേക്കണം. അപ്പോൾ അത്രയും മൈദ വേണം. നമ്മൾ അരയ്ക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂടി പോയെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ മൈദ ഇട്ടിട്ട് നമുക്ക് അതിനെ കുറച്ചും കൂടി കുറുക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ മൈദ ഇത് അരിയായിട്ടൊന്ന് മിക്സ് ആവണം. പക്ഷെ ആ തരി ഫുള്ളായിട്ട് അരഞ്ഞു പോകരുത് കേട്ടോ, കുറച്ച് തരി വേണം അതിന്. ഇപ്പോൾ ഞാൻ ആ മൈദയും കലക്കി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ചെറിയതായിട്ട് തരിയുണ്ട് കേട്ടോ, ഇത് കണ്ടോ. അപ്പോൾ വലിയ തരിയൊന്നുമല്ല, കുഞ്ഞി തരിയാണേ. ഇനി ഇത് നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ
കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്, ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവ്. അപ്പോൾ ആ മൈദയും കൂടെ ചേർത്തപ്പോൾ നമ്മൾ മാവ് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇരിക്കും തോറും ഇത് കുറുകയുള്ളൂ, എന്ന് വെച്ചാൽ മൈദയല്ലേ നമ്മൾ ചേർത്തേക്കുന്നത്, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് വെച്ചേക്കാം. ഇതിനി നമുക്കൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. നാട്ടിലത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണല്ലോ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റേഷൻ ആവുന്നത്. ചിലപ്പോൾ 8 മണിക്കൂറൊന്നും വേണ്ടി വരത്തില്ല, അതിന് മുന്നേ തന്നെ ഇത് ഫെർമെൻറ്റേഷൻ ആവുന്നത്, പുളിച്ചു വരും ഇത്. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും, ചിലപ്പോൾ ഒരു 8 എന്നൊക്കെ ഉള്ളത് 10 12 ആകും കേട്ടോ. ഞാനിതിന് മധുരമൊക്കെ നോക്കിയിരുന്നു, മധുരം എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് മധുരമൊക്കെ ചേർക്കാം, അല്ലാണ്ട് നമ്മളിനി ഉണ്ടാക്കാൻ നേരത്തല്ല ചേർക്കേണ്ടത്. അപ്പോൾ ഉണ്ടാക്കാൻ നേരം ചേർക്കുമ്പോൾ ഇത് പിന്നെയും വെള്ളം കൂടി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഈ അരയ്ക്കുന്ന സമയത്ത് തന്നെ വേണം പഞ്ചസാര പിന്നെയും ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ല മാവ് നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത്രയും ഒഴിച്ചാൽ മതി. എന്തായാലും നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഇത് മുകളിലോട്ട് പൊങ്ങി വരുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ആണെങ്കിലും മതി കേട്ടോ. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിക്കാം. ഞാൻ ആദ്യമേ ഒന്ന് തീ ഒന്ന് കുറച്ച് വെക്കുക. ഇതിപ്പോൾ നല്ല എണ്ണ തിളച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ 3/4 ഭാഗം വരെ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇട്ടതൊക്കെ ഒന്ന് മറിച്ചിടാം. അത് പെട്ടെന്ന് തന്നെ മറിച്ചിടുന്നത്. ഇട്ട ഉടനെ തന്നെ അതങ്ങോട്ട് ഒന്ന് അടിവശം ഒന്ന് സെറ്റ് ആവത്തില്ലേ, അപ്പോൾ തന്നെ ഇതങ്ങ് മറിച്ചിടണം കേട്ടോ. അതല്ലെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവശം വൈറ്റും മുകൾവശം ബ്രൗൺ കളർ, ഒരു ഗ്രേഡിയൻറ്റ് മോഡലാണ് കളർ വരുന്നത്. അപ്പോൾ ഇത് ഉടനെ തന്നെ മറിച്ചിടണം. അപ്പോൾ ഈ അടിവശം മാത്രമേ ഒന്ന് ബ്രൗൺ കളർ ആകാൻ പാടുള്ളൂ. അപ്പോൾ മുകൾവശം ഇപ്പോൾ നമ്മൾ അടിവശമല്ല മുകൾവശം മാത്രമേ ബ്രൗൺ കളർ ആകാൻ പാടുള്ളൂ. അടിവശം ഇതുപോലെ ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡായിട്ടാണ് വരാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനക്കി കൊടുത്തോണ്ടിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മൂക്കത്തില്ല. അപ്പോൾ കൂടുതൽ ഭാഗവും നമ്മൾ ആ മോൾ വശം ആയിരിക്കണം എണ്ണയിൽ കിടക്കേണ്ടത്. അപ്പോൾ ആ ഭാഗമാണ് ശരിക്കും ബ്രൗൺ ആയിട്ട് വരേണ്ടത്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇത് ഒന്നും കൂടെ ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ടൊക്കെ കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അടിവശം വേഗത്തില്ല. എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബ്രൗൺ ആയി പോകരുതിട്ട് അടിവശം എപ്പോഴും നല്ലൊരു വൈറ്റ് കളറിൽ തന്നെ ഇരിക്കണം. ഇനി ഒന്നും കൂടെ പെട്ടെന്ന് തന്നെ മറിച്ചിടത്. ഇതിൻ്റെ അടിവശത്ത് ഇപ്പം നമ്മളിപ്പോൾ എണ്ണയിൽ കിടക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ വേണം വരാനായിട്ട്. അപ്പോൾ ഇത് കോരിയെടുക്കാം നമുക്ക്. കണ്ടോ, ഈ ഒരു ടെക്സ്ചർ, മോൾ വശം ബ്രൗണും അടിവശം വൈറ്റുമായിട്ട്.
അപ്പോൾ ഇനി ഇത് നമുക്കെല്ലാം കോരിയെടുക്കാം. അപ്പോൾ എല്ലാം മൂത്തിട്ടുണ്ട്. ഉണ്ടോ? അതിപ്പോൾ ഞാൻ എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് പോകണം. ഇതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ പാത്രത്തിൻ്റെ അകത്ത് ഉണ്ടാക്കാം. അപ്പച്ചട്ടി ഉണ്ടല്ലോ, അതിലും ഉണ്ടാക്കാം. പക്ഷേ ഈ പറയുന്ന ഒരു ഷെയ്ഡ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടത്തില്ല. ഉണ്ണിയപ്പ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ ആ 2 കളറ് വരത്തുള്ളൂ. അതിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മറിച്ചിട്ടത്. ജസ്റ്റ് അതിനല്ലേ അടിയിലത്തെ ആ ഒരു ഷേപ്പ് വന്നുവെച്ചാൽ മാത്രം മതി നമുക്ക്. ഇതൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ പഞ്ചാരപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ 1/2 കപ്പ് അരി കൊണ്ട് ഞാനിപ്പോൾ 16 അപ്പമാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഇത് അടിവശം കുറച്ച് വൈറ്റ് ആയിട്ടും മുകൾ വശത്തേക്ക് കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിൽ നമ്മൾ ഈ വൈറ്റ് പോർഷൻ വരുന്ന ഭാഗമുണ്ടല്ലോ, അത് കുറച്ച് നല്ല സോഫ്റ്റാണ്. പക്ഷേ ഈ ഡാർക്ക് വരുന്നിടത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഇരിക്കുന്ന ഇതേ കണക്ക് തന്നെ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ്, അതൊരു വെറൈറ്റി ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.